ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തൃശ്ശൂർക്കാരുടെ സ്വന്തം വറുത്തരച്ച മട്ടൻ കറിയാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. ആദ്യം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാൻ 1/2 കിലോ മട്ടനാണ് കേട്ടോ എടുത്തോണത്. 1-2 കപ്പ് വെള്ളത്തിൽ ഞാൻ ഒന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷ് മട്ടനാണ് കേട്ടോ. ഇനി നമുക്കിതേക്ക് 2-3 കഷ്ണങ്ങൾ പൊട്ടറ്റോ ഇടാം, ക്യൂബാക്കിയിട്ട് അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് വേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെയാണ് ചെറുതായി എരിഞ്ഞതാണ്. നമുക്ക് പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് ഇടാം കേട്ടോ. ഇനി നമുക്ക് കടുക് പൊടിച്ചത് ഇടാം കേട്ടോ. ഇനി നമുക്ക് നന്നായി കൈകൊണ്ട് തന്നെ ഇളക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ നല്ല മാതിരി ഇളക്കണം, നമ്മൾ ക്ലീനായിട്ട് വേണം കേട്ടോ കൈ, എന്നാലാണ് നല്ല ഭംഗിയിൽ ഇളക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഇനി ഇതിലേക്ക് ഉപ്പിട്ടെടുക്കാം കേട്ടോ ഇത്തിരി. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലമാതിരി ഇളക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ ജിഞ്ചറും ഒക്കെ നമ്മൾ ചെറുതായി അരിഞ്ഞതൊക്കെയില്ലേ, ഗാർലിക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞതില്ലേ, അതൊക്കെ ഇടണം. അപ്പോൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി നമുക്ക് ഇത്തിരിയും കൂടി ഉപ്പ് ചേർക്കണം. അപ്പം നമ്മൾ നേരത്തെ ചേർത്തതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതേ അളവിലുള്ള കൂട്ടി ചേർക്കാം കേട്ടോ, അതായിരിക്കും നല്ലത്. ഇനി നമുക്ക് കഴിയുന്ന നല്ല മാതിരി മിക്സ് ചെയ്യണം കേട്ടോ. നല്ല മാതിരി മിക്സ് ചെയ്യണം, നല്ലോണം അതിൻ്റെ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് നന്നായി ചൂടാക്കണം. ഈ നല്ല മാതിരി നമ്മൾ വറുത്തരക്കില്ല, അതുപോലൊക്കെ ആയിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, നമ്മൾ ഈ മിക്സ് റെഡിയാക്കിയതിൽ നേരത്തെ നമ്മൾ ഒരു മട്ടൻ്റെ ഇത് റെഡിയാക്കിയിട്ടില്ല, അതിലേക്കൊന്ന് വെച്ചിട്ട് നന്നായി ഒന്നും കൂടി കൈകൊണ്ട് മിക്സ് ചെയ്യാൻ കേട്ടോ. എന്നാൽ നമുക്ക് വീണ്ടും 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കണം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് പട്ടയും പിന്നെ ഒരു കോക്കനട്ട് ആണ് ഇട്ട് കൊടുത്ത് നോക്കുന്നത്. ഞാൻ ഒരു ഹാഫാണ് കോക്കനട്ടിൻ്റെ എടുത്ത് നോക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. ഓക്കെ, ഇതൊക്കെ ചെറിയ തീയിൽ വേണം കേട്ടോ ആക്കാൻ, പിന്നെ ഇത് കരിഞ്ഞ് പോവരുത്, ഒരു ഗോൾഡൻ ബ്രൗൺ വരണ്ട. പിന്നെ ഞാൻ വറ്റൽ മുളകാണ് കേട്ടോ ഞാൻ ഇടുന്നത്. നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിടാം. ഓക്കെ, ഇതിലേക്ക് ഞാൻ വീണ്ടും വറ്റൽമുളക് ഒരെണ്ണം ബാക്കിയുന്നുണ്ട്, അപ്പം ഞാനത് ഇട്ടു കേട്ടോ. ഇനി നമുക്ക് ചെറിയ ജീരകം ഇടാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് ഇടാം. നമുക്ക് നന്നായി ഇളക്കണം. പിന്നെ ഇത് കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കറിവേപ്പില ചേർക്കാം, എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കാം കേട്ടോ. ഇനി നമുക്ക് കളറ് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഏതാ വരുന്നതെന്ന്. അപ്പോൾ ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്. ഓക്കെ, ഈ ചെറുതായൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആ ഒരു കളറിലേക്ക് മാറി വരുന്നുണ്ട്. ഗോൾഡൻ ക്രിസ്പി ആക്കിയിട്ട് വേണം കേട്ടോ ഇടാൻ. ഇനി ഇത് നന്നായി ചൂടായതിനു ശേഷം അത് അരിച്ചെടുക്കണം. എന്നിട്ട് നമ്മളിത് ഇതിലേക്ക് ആക്കണം. നമ്മൾ ആദ്യം ഒന്ന് വേവിക്കാൻ വെക്കണം. 3-4 വിസിലിലാണ് കേട്ടോ നമ്മളത് അടിക്കുന്നത്. പിന്നെ ഞാൻ അതിൽ ഒരു ടൊമാറ്റോ ഇടണം കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല, പക്ഷെ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു പകുതി ടൊമാറ്റോ. പിന്നെ പൊട്ടറ്റോ ഇടണം, ഒരു ഫുള്ള് അരിഞ്ഞ്. എന്നിട്ട് നമുക്കിതൊരു 3-4 വിസിലടിക്കാം. അപ്പോൾ ഇത് വിസിലെല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗാർലിക് ചേർക്കാൻ മറന്നു പോയതാണ്. ആദ്യത്തെ വിസിലടിച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ മറന്നു പോയതാണ് കേട്ടോ ഗൈസ്. ഓക്കെ, നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ട് വരാം.
അപ്പോൾ ഓക്കെ, നമ്മളങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം, ഒരു പീസിൻ്റെ ഒരു രൂപത്തിലായിട്ട് വേണ്ട വരാൻ. ഇനി നമുക്ക് ചെറിയുള്ളി ഇടാം കേട്ടോ. ഞാൻ ഒരു 4-3 എടുത്തുള്ള ഇതേ ഫോഗ് വന്നാണ് കേട്ടോ. നല്ല മാതിരി പ്രഷറിന് റിലീസ് ചെയ്ത് കളയണം. നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഗായ്. ഇനി നമുക്ക് ഇതിക്ക് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ഇടണം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിടാം. ഗ്രേവി നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് നേരത്തെ ചേർത്ത മിക്സ് ഒന്ന് ചേർക്കാം. ഞാനത് തിളപ്പിക്കുന്നുണ്ട് വീണ്ടും. കാരണം എനിക്കൊരു പീസ്റ്റല്ല, എന്നാലും ഇത്തിരി ചാറ് വേണം, അങ്ങനെയുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇതെല്ലാ കോമ്പിനേഷനിലും നല്ല അടിപൊളിയാണ്. നെയ്ച്ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്, ചോറിനൊക്കെ. ഇനി നമുക്കൊന്ന് വറുത്തരിക്കണം. അതിനായിട്ട് ഞാൻ 2 ടീസ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ ചെറിയുള്ളി ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് നന്നായി ഒന്ന് ഇളക്കണം. ചെറിയ തീയിൽ വേണം കേട്ടോ അത് ചെയ്യാനായിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കരിഞ്ഞും പോവരുത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഗോൾഡൻ കളറ്, ബ്രൗൺ ഗോൾഡൻ കളറ്, അങ്ങനെ ഒരു കളർ വരുമ്പോൾ നിർത്താം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കറിവേപ്പില ഇടാം. ഇനി നമുക്കത് നേരെ നമ്മുടെ മട്ടൻ വെന്തയിൽ ഇടാം കേട്ടോ. അത് നമ്മുടെ ഗ്രേവി റെഡി ആക്കിയില്ലേ, അതിലേക്ക് ഇടാം. അപ്പോൾ ഇത് നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ കറി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കോമ്പിനേഷനും നല്ല ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് കാണാം. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.